അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ സൂചന നൽകി രോഹിത് ശർമ്മ. ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ഏകദിനത്തിന് പിന്നാലെ വൻ ലാസ്റ്റ് ടൈം എന്ന അടിക്കുറിപ്പുമായി ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ച് താരം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, എന്താണിപ്പോൾ രോഹിത് ശർമ്മ പറയുന്നത്? സ്വാതി, ഈ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സരം പൂർത്തിയാക്കി ഇന്ത്യക്ക് പരമ്പര നഷ്ടപ്പെട്ട് ശേഷം താരങ്ങൾ മടങ്ങുന്ന ആ സമയത്താണ് രോഹിത് ശർമ്മ ഇത്തരത്തിലൊരു പോസ്റ്റ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ രോഹിത് ശർമ്മയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു. സെലക്ടർമാർ തന്നെ ഒരുപക്ഷെ ഈ പരമ്പരയിൽ മോശം പ്രകടനം നടത്തിയാൽ ടീമിൽ നിന്ന് പുറത്താക്കുമെന്നൊരു കാര്യമെല്ലാം പറഞ്ഞിരുന്നു. ചീഫ് അജിത് അഗാക്കർ തന്നെ പറഞ്ഞത് നല്ല പ്രകടനം നടത്തിയാൽ മാത്രമാണ് 2027 വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കം ഉൾപ്പെടുത്തുമെന്നൊരു കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് രോഹിത് ശർമ്മയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇപ്പോൾ വൈറലാകുന്നത്. ഗുഡ് ബൈ ഫ്രം സിഡ്നി എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. അത് വിരമിക്കൽ സൂചന നൽകുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്ന ചർച്ചകൾ. പ്രധാനമായും ഈ ഒരു പരമ്പരയിൽ മികച്ച പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചത്. അതിൽ മാൻ ഓഫ് ദ സീരീസ് ആയിട്ട് ഈ രോഹിത് ശർമ്മയെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും രോഹിത് ശർമ്മ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതാണ് ഇപ്പോൾ ഒരു വിരമിക്കൽ അഭ്യൂഹം പ്രചരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഏകദിന താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ റൺസ് ഹൈസ്കോർ ഒരു മത്സരത്തിൽ 264 റൺസ് നേടി ഒരു ഏകദിനത്തിൽ ഏറ്റവും വലിയ ഹൈസ്കോർ നിൽക്കുന്നത് രോഹിത് ശർമ്മയ്ക്കാണ്. ഇങ്ങനെ കഴിഞ്ഞ മത്സരത്തിലാണ് സെഞ്ചുറി നേടിക്കൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 50 സെഞ്ചുറി എന്ന റെക്കോർഡ് രോഹിത് ശർമ്മ പൂർത്തിയാക്കിയത്. ഇങ്ങനെ വലിയ റെക്കോർഡുകൾ രോഹിത് ശർമ്മ കീഴടക്കി കഴിഞ്ഞ പരമ്പരയിൽ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് രോഹിത് ശർമ്മയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തിൻ്റെ സൂചന നൽകിക്കൊണ്ട് ഈ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായാലും ഇത് ഏതായാലും ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇത് വിരമിക്കൽ അഭ്യൂഹം തന്നെയാണോ എന്നൊരു കാര്യം സംശയമുണ്ടെങ്കിൽ പോലും ആരാധകർ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം ഈ ശുഭ്മാൻ ഗില്ലിനെ നായകസ്ഥാനത്താക്കിയ ശേഷം വലിയ രീതിയിൽ ഒരു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിനത്തിൽ നിന്ന് വിരമിക്കും എന്നൊരു അഭ്യൂഹം വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. അത് ഒരു യഥാർത്ഥത്തിൽ അടിവരുന്നത് കൂടിയാണ് എന്തായാലും ഈ രോഹിത് ശർമ്മയുടെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും മത്സരം അവസാനിച്ചപ്പോൾ രോഹിത് ശർമ്മ തിരികെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ രോഹിത് ശർമ്മ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. സ്വാതി. ശരി ആഷിഖ്.